കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. പുഴയിലെ മൺകൂനയിൽ നിന്ന് സിഗ്നൽ കിട്ടി. നാളെ സിഗ്നൽ കേന്ദ്രീകരിച്ച് പരിശോധന. വൻ സാങ്കേതിക സൗകര്യമുള്ള യന്ത്രവും നാളെ എത്തിക്കും. ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, ഇന്ന് വൈകിട്ടാണ് ഈ സിഗ്നൽ ലഭ്യമായത് എന്ന് മനസ്സിലാക്കുന്നു. ഈ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നാളെ നടക്കാൻ പോകുന്നത്. എത്രത്തോളം പ്രതീക്ഷ ഈ സിഗ്നൽ നൽകുന്നുണ്ട്? ഈ സിഗ്നൽ പുറത്തു വന്നതോടെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്, അരുൺ പാറയ്ക്കൽ? രജിത്ത്, ഇന്ന് രാവിലെ പ്രതീക്ഷയുണ്ടായിരുന്ന അതേ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ പുതിയ സിഗ്നലും കണ്ടെത്തിയിരിക്കുന്നത്. പുഴയിലെ മൺകൂനയിലാണ് ഇത്. ഈ പുഴയിൽ നിന്ന് മണ്ണ് താഴേക്ക് പതിച്ച് എവിടെയോ ഒരു തുരുത്ത് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. പുഴയുടെ ഏകദേശം നടുഭാഗത്തായിട്ടാണ് ഈ തുരുത്ത് പോലെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനടിയിലാണ് ഈ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അത് ലോറിയുടേതെന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും വിശദമായ പരിശോധന നടത്തണം. വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തണം. വൈകിട്ട് 5 മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു സിഗ്നൽ കണ്ടെത്തിയത്. റഡാർ പരിശോധനയാണ്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്നു. സൈന്യവും നാവികസേനയും പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഇന്നും പരിശോധന നടത്തിയിരുന്നു. പക്ഷേ മോശമായ കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇനി ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയെന്ന് സൈന്യവും പരിശോധിക്കുന്നുണ്ട്. നാളെ വിദഗ്ധന്മാരടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള യന്ത്രങ്ങളും എത്തും. അതിനുശേഷമായിരിക്കും ഈ പരിശോധന ആരംഭിക്കുക. ഈ മണ്ണിൽ കുഴിച്ച് ലോഹ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തണം. ഏകദേശം 30 മീറ്റർ ആഴത്തോളം ഈ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായൊരു കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുക സാധ്യമല്ല. പുഴ അടിയൊഴുക്കുള്ള പുഴയാണ്. മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുഴയ്ക്ക് ഈ മണ്ണിന് മുകളിൽ നിന്നുകൊണ്ട് അത് കുഴിച്ച് പരിശോധന നടത്തണം. ഈ GPR ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറി കണ്ടെത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഈ ദൗത്യസംഘം മുന്നോട്ട് വെക്കുന്നത്. ഈ ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ മാത്രമേ ഈ അത്തരത്തിലുള്ള പരിശോധനയിലൂടെ മാത്രമേ ഈ ലോറി കണ്ടെത്താൻ സാധിക്കൂ, അല്ലെങ്കിൽ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കൂ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ദൗത്യസംഘമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അരുൺ പാറയ്ക്കൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പുഴയിലെ മൺകൂനയിൽ നിന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നാളെ ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരിക്കും നാളെ നടക്കുക. ശിരൂരിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ റിട്ടയർഡ് ജനറൽ M ഇന്ദ്രബാലൻ ശിരൂരിലേക്ക്. അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. ആർമിയിലെ മേജർ ജനറലായിരുന്ന M ഇന്ദ്രബാലന്റെ സഹായം തേടിയിരിക്കുകയാണ് ദൗത്യസേന. നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകുമെന്ന് ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായ ശേഷവും ലോറി ഓണായി എന്ന വിവരത്തെക്കുറിച്ച് തനിക്ക് നേരിട്ടറിയില്ല എന്ന് ലോറി ഉടമ മനാഫ്. ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് ആരാണെന്നറിയില്ല. അർജുന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് എന്നാണ് കുടുംബം അറിയിച്ചിരുന്നതെന്നും 24 എൻകൗണ്ടർ പ്രൈമിൽ മനാഫ് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുള്ളത് ഭാരത് ബെൻസിൻ്റെ അവിടുന്ന് റണ്ണിങ്ങിലാണെന്ന് ഭാരത് ബെൻസാർ പറഞ്ഞെന്ന് ആരോ ന്യൂസ് കൂടിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ മൊബൈൽ ഓണായിട്ടുണ്ട് എന്നുള്ളത് അത് മാത്രം കൺഫേം ആയ കാര്യമാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു 2 ദിവസം, അത് കഴിഞ്ഞിട്ട് ഓണായി എന്നുള്ളത്. അത് ഞാൻ ന്യൂസ് ചാനൽ നോക്കുമ്പോൾ സൈബർ സെല്ലും സ്ഥിരീകരിച്ചിരിക്കണമെന്നാണ് പറഞ്ഞു. പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിൽ പുലിയെ കണ്ടത് നാട്ടുകാർ. രാക്ഷസൻ പാറയിൽ പുലിയുടേതിന് സമാനമായ വന്യജീവിയുടെ വിദൂര ദൃശ്യങ്ങൾ ലഭിച്ചു. ദൃശ്യങ്ങളിലെ വന്യജീവിക്ക് പുലിയുടെയും കടുവയുടെയും സാദൃശ്യമുണ്ട്. മേഖലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിക്കും. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് നാട്ടുകാർ പറയുന്നത്? വനംവകുപ്പ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും ശ്രീജിത്ത്? രാക്ഷസൻ പാറ ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. ഈ പറയുന്ന ജനവാസ മേഖലയോട് അടുത്ത പ്രദേശം തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം 6:30 പകർത്തിയ ദൃശ്യങ്ങളാണ്. 3-4 ദിവസങ്ങളായി പ്രദേശത്തെ ഈ പറയുന്നത് പോലെ വന്യജീവിയുടെ ഒരു ക്രൗര ശൗര്യം ഈ മേഖലയിൽ മുഴുവൻ അനുഭവപ്പെട്ടിരുന്നു. ഇവരുടെ വീട്ടിൽ പലതവണ വളർത്തു മൃഗങ്ങളെ, താറാവുകളെയും അതുപോലെ തന്നെ കോഴികളെയും നഷ്ടപ്പെടുന്ന
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആത്മജ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരു നാട്ടുകാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുലിയുടെ ദൃശ്യങ്ങൾ എന്ന തരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാലും വനംവകുപ്പിനെ ആ സമയത്ത് തന്നെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഒരു CCTV ആ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. യുവാക്കളെയും മധ്യവർഗത്തെയും ലക്ഷ്യമിട്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് തൊഴിൽ, നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യം, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്കാണ് ഊന്നൽ. മുദ്രാ ലോൺ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് 5000 രൂപ അലവൻസും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഏഴാം ബഡ്ജറ്റ് പ്രസംഗവും നിർമ്മലാ സീതാരാമൻ വായിച്ചു തുടങ്ങിയത് നേട്ടങ്ങളക്കമിട്ട്. യുവാക്കൾ, കർഷകർ, പാവങ്ങൾ, വനിതകൾ എന്നിവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ് തന്റെ ബഡ്ജറ്റ് എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. We need to focus on 4 major castes, namely the Garib, Mahilaye, Yuva and Annadata, the poor, women, youth and the farmer. പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: യുവാക്കൾക്കായി 2 ലക്ഷം കോടിയുടെ പദ്ധതി, 1.48 ലക്ഷം കോടി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തൊഴിൽ നൈപുണ്യത്തിനും, കൃഷിക്ക് 1.52 ലക്ഷം കോടി രൂപ, സംസ്ഥാനങ്ങളുമായി ചേർന്ന് 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് നീട്ടും, തദ്ദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പ 3% പലിശ ഇളവിൽ ലഭ്യമാക്കും, സ്വർണം, വെള്ളി ഇവയുടെ ഇറക്കുമതി നികുതി 6% കുറച്ചു, 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, ആദ്യമായി സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറുന്ന എല്ലാവർക്കും EPFO അംഗമാകുമ്പോൾ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും, തൊഴിലുടമകൾക്ക് 4 വർഷത്തെ PF സഹായ പദ്ധതി, PM ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കും, വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പദ്ധതി, മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി വർദ്ധിപ്പിച്ചു, സ്വകാര്യ മേഖലയിലെ 500 പ്രധാന കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് 5000 രൂപ പ്രതിമാസം ലഭിക്കും, 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പദ്ധതി, 11,11,111 കോടി രൂപ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിനിയോഗിക്കും, ഹിമാചൽ പ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവയ്ക്കായി വെള്ളപ്പൊക്ക നിവാരണ പദ്ധതി, അർബുദ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ കൂടി കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. Medicine and medical equipments. To provide relief to cancer patients, I propose to fully exempt 3 more medicines from customs duties. എല്ലാ സാമ്പത്തികേതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടത്തിന് 12.5% നികുതി നിരക്ക് ഈടാക്കും. അറ്റ നികുതി വരുമാനം 23.83 ലക്ഷം കോടി രൂപയും ധനക്കമ്മി GDPയുടെ 4.9%. ജനപ്രിയ നിർദ്ദേശങ്ങൾ ചേരുംപടി ചേർത്താണ് നിർമ്മലാ സീതാരാമൻ ഇക്കുറി ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഫലത്തിൽ പറയാം. പക്ഷേ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ വിഭവ സമാഹരണം എങ്ങനെ വേണം എന്നതിൽ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നീതി പുലർത്തുന്നു എന്നത് സംശയമുണർത്തുന്നു. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. കേന്ദ്ര ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ, ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കും, വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറച്ചു. കോർപ്പറേറ്റുകൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 7ാമത്തെ ബജറ്റ്. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി നിരക്ക് വെട്ടിക്കുറച്ചു. 40%-ൽ നിന്നും 25%-ആയാണ് കുറച്ചത്. To simplify taxation, we have taken a number of measures in the last few years, including introduction of simplified tax regimes without exemptions and deductions for corporate tax and for personal income tax. This has been appreciated by taxpayers. 58% of corporate tax came from the simplified tax regime in the financial year 22-23. വിദേശ ആഭ്യന്തര സ്റ്റാർട്ടപ്പ് നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികൾ നിക്ഷേപകന് ഓഹരി ഇഷ്യൂ ചെയ്യുമ്പോൾ ഈടാക്കുന്ന ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഏഞ്ചൽ ടാക്സ് മൂലധന സമാഹരണത്തിന് തടസ്സമാണെന്ന് സ്റ്റാർട്ടപ്പ് വ്യവസായ പ്രതിനിധികൾ ധനമന്ത്രിയെ അറിയിച്ചിരുന്നു. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർമാരുടെ TDS നിരക്ക് 1%-ൽ നിന്നും 0.1%-ആയി കുറയ്ക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. 24 ഡൽഹി.
കോഴിക്കോട് മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠനം പൂർത്തിയാക്കിയ 25 വിദ്യാർത്ഥികൾക്ക് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സർട്ടിഫിക്കറ്റ് കൈമാറി. പഠനം പൂർത്തിയാക്കിയവർ വിവിധ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചു. മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, HOD മുഹമ്മദ് ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൊബൈൽ ഫോൺ ടെക്നോളജി, ലാപ്ടോപ്പ് ടെക്നോളജി, സർഫേസ് മൗണ്ട് ടെക്നോളജി, ആപ്പിൾ ഡിവൈസുകളുടെ അപ്ഗ്രഡേഷൻ തുടങ്ങിയ നിരവധി പാർട്ട് ടൈം കോഴ്സുകളാണ് MITയിൽ ഉള്ളത്. ദീപം തെളിയിക്കുന്നതോടുകൂടിയിട്ട് തമസിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഈ ടീമിനോടുള്ള അങ്ങേയറ്റത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്.